അധ്യായം 65 സൂറത്തു ത്വലാഖ്. മദീനയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 12. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാ അയ്യുഹൻ നബിയ്യു ഇദാ ത്വല്ലഖതുമുൻ നിസാഅ ഫطلقوهن لعدتهن وأحصوا العدة واتقوا الله ربكم لا تخرجوهن من بيوتهن ولا يخرجن إلا أن يأتين بفاحشة مبينة وتلك حدود الله ومن يتعد حدود الله فقد ظلم نفسه لا تدري لعل الله يحدث بعد ذلك أمرا. നബിയെ, നിങ്ങൾ സ്ത്രീകളെ, ഭാര്യമാരെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ ഇദ്ദകാലത്ത് അവരെ വിവാഹമോചനം നടത്തുകയും ഇദ്ദയെ എണ്ണിക്കണക്കാക്കുകയും ചെയ്യുക. നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അവരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കരുത്. അവർ പുറത്തു പോകുകയും ചെയ്യരുത്. വ്യക്തമായ വല്ല നീചവൃത്തിയും അവർ ചെയ്താലല്ലാതെ അപ്പോൾ പുറത്താക്കാവുന്നതാണ്. അതെല്ലാം അള്ളാഹുവിന്റെ നിയമപരിധികളാണ്. അള്ളാഹുവിന്റെ നിയമപരിധികളെ ആരെങ്കിലും അതിക്രമിക്കുകയാണെങ്കിൽ അവൻ തന്നോട് തന്നെ അതിക്രമം കാണിച്ചു. നിനക്കറിയില്ല, അതിനുശേഷം അള്ളാഹു എന്തെങ്കിലും കാര്യം പുതിയതായി ഉണ്ടാക്കിയേക്കാം. فَإِذَا بَلَغْنَ أَجَلَهُنَّ فَأَمْسِكُوهُنَّ بِمَعْرُوفٍ أَوْ فَارِقُوهُنَّ بِمَعْرُوفٍ وَأَشْهِدُوا ذَوَيْ عَدْلٍ مِّنكُمْ وَأَقِيمُوا الشَّهَادَةَ لِلَّهِ ذَلِكُمْ يُوعَظُ بِهِ مَن كَانَ يُؤْمِنُ بِاللَّهِ وَالْيَوْمِ الْآخِرِ وَمَن يَتَّقِ اللَّهَ يَجْعَل لَّهُ مَخْرَجًا. അങ്ങനെ ആ സ്ത്രീകൾ അവരുടെ അവധിക്ക് അടുത്തെത്തിയാൽ നിങ്ങൾ അവരെ മര്യാദയനുസരിച്ച് വെച്ചുകൊള്ളുകയോ മര്യാദയനുസരിച്ച് അവരുമായി വേർപിരിയുകയോ ചെയ്യുക. നിങ്ങളിൽ നിന്നുള്ള 2 നീതിമാന്മാരെ സാക്ഷ്യപ്പെടുത്തുകയും അള്ളാഹുവിനു വേണ്ടി സാക്ഷ്യം നിലനിർത്തുകയും ചെയ്യുക. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് ഇതുമൂലം ഉപദേശം നൽകപ്പെടുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് അവനൊരു രക്ഷാമാർഗമുണ്ടാക്കി കൊടുക്കും. وَيَرْزُقْهُ مِنْ حَيْثُ لَا يَحْتَسِبُ وَمَن يَتَوَكَّلْ عَلَى اللَّهِ فَهُوَ حَسْبُهُ إِنَّ اللَّهَ بَالِغُ أَمْرِهِ قَدْ جَعَلَ اللَّهُ لِكُلِّ شَيْءٍ قَدْرًا. മാത്രമല്ല, വിചാരിക്കാത്ത തരത്തിൽ അവന് അള്ളാഹു ഭക്ഷണം നൽകുകയും ചെയ്യും. ആരെങ്കിലും അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അവന് അള്ളാഹു മതി. തീർച്ചയായും അള്ളാഹു അവന്റെ കാര്യം നടപ്പിൽ വരുത്തുന്നവനാണ്. എല്ലാ കാര്യത്തിനും അള്ളാഹു തീർച്ചയായും ഒരു വ്യവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുന്നു. واللائي يئسن من المحيض من نسائكم إن ارتبتم فعدتهن 3 أشهر واللائي لم يحضن وأولاة الأحمال أجلهن أن يضعن حملهن ومن يتق الله يجعل له من أمره يسرا. നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് ആർത്തവത്തെക്കുറിച്ച് നിരാശരായവരാകട്ടെ. യുദ്ധകാലത്തെപ്പറ്റി നിങ്ങൾ അജ്ഞരാണെങ്കിൽ അവരുടെ യുദ്ധ 3 മാസമാകുന്നു. ആർത്തവമുണ്ടായിട്ടില്ലാത്തവരുടേതും അങ്ങനെ തന്നെ. ഗർഭിണികളുടെ യുദ്ധയുടെ അവധി അവർ പ്രസവിക്കലാണ്. അള്ളാഹുവെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അവന് തന്റെ കാര്യത്തിൽ അവൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. ذَلِكَ أَمْرُ اللَّهِ أَنزَلَهُ إِلَيْكُمْ
ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിക്കുന്നുവെങ്കിൽ അവന്റെ പാപങ്ങളെ അവൻ പുറത്തു കൊടുക്കുകയും അവന് മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യും. أسكنوهن من حيث سكنتم من وجدكم ولا تضاروهن لتضيقوا عليهن وإن كن أولات حمل فأنفقوا عليهن حتى يضعن حملهن فإن أرضعن لكم فآتوهن أجورهن وأتمروا بينكم بمعروف وإن تعاسرتم فسترضع له أخرى. നിങ്ങൾ താമസിക്കുന്നിടത്ത്, അതായത് നിങ്ങളുടെ കഴിവുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ അവരെ താമസിപ്പിക്കുക. അവർക്ക് വിഷമമുണ്ടാക്കാനായി നിങ്ങൾ അവരെ ദ്രോഹിക്കരുത്. അവർ ഗർഭിണികളാണെങ്കിൽ അവർ പ്രസവിക്കുന്നതുവരെ നിങ്ങൾ അവർക്ക് ചെലവ് കൊടുക്കുകയും വേണം. ഇനി അവർ നിങ്ങൾക്ക് വേണ്ടി കുട്ടിക്ക് മുല കൊടുക്കുന്ന പക്ഷം അവർക്ക് നിങ്ങൾ അവരുടെ പ്രതിഫലം കൊടുക്കണം. മര്യാദയനുസരിച്ച് നിങ്ങൾ പരസ്പരം കൂടിയാലോചിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് വിഷമം അനുഭവപ്പെടുന്നുവെങ്കിൽ മറ്റൊരു സ്ത്രീ അവന് വേണ്ടി മുല കൊടുക്കാവുന്നതാണ്. لينفق ذو سعة من سعته ومن قدر عليه رزقه فلينفق مما آتاه الله لا يكلف الله نفسا إلا ما آتاها سيجعل الله بعد عسر يسرا. കഴിവുള്ളവൻ അവന്റെ കഴിവിൽ നിന്ന് ചെലവ് ചെയ്തു കൊള്ളട്ടെ. ആരുടെ മേൽ ആഹാരം കുടുസാക്കപ്പെട്ടിരിക്കുന്നുവോ അവൻ അള്ളാഹു തനിക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിച്ചു കൊള്ളട്ടെ. അള്ളാഹു നൽകിയതല്ലാതെ ചെലവഴിക്കാൻ ആരെയും അവൻ നിർബന്ധിക്കുകയില്ല. വിഷമത്തിനു ശേഷം അള്ളാഹു സൗകര്യത്തെ കൈവരുത്തി കൊടുക്കുന്നതാണ്. وكأين من قرية عتت عن أمر ربها ورسله فحاسبناها حسابا شديدا وعذبناها عذابا نكرا. എത്രയോ രാജ്യം തന്റെ റബ്ബിന്റെയും അവന്റെ ദൂതന്മാരുടെയും കൽപ്പനയെ അത് ധിക്കരിച്ചു കളഞ്ഞു. അതിനാൽ അവയെ നാം കണിശമായി വിചാരണ ചെയ്യുകയും കഠിനമായ ശിക്ഷ നൽകുകയും ചെയ്തു. فذاقت وبال أمرها وكان عاقبة أمرها خسرا. അങ്ങനെ അവയുടെ കാര്യത്തിൽ ദുഷ്ഫലം അവ ആസ്വദിച്ചു. അവയുടെ കാര്യത്തിന്റെ അന്ത്യം നഷ്ടം തന്നെയായിരുന്നു. أعد الله لهم عذابا شديدا فاتقوا الله يا أولي الألباب الذين آمنوا قد أنزل الله إليكم ذكرا. അവർക്ക് അള്ളാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ, അതേ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക. തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് ഒരു ഉത്ബോധനമിറക്കി തന്നിരിക്കുന്നു. رسولا يتلو عليكم آيات الله مبينات ليخرج الذين آمنوا وعملوا الصالحات من الظلمات إلى النور ومن يؤمن بالله ويعمل صالحا يدخله جنات تجري من تحتها الأنهار خالدين فيها أبدا قد أحسن الله له رزقا. വ്യക്തമായി വിവരിക്കുന്നതായിക്കൊണ്ട് അള്ളാഹുവിന്റെ വചനങ്ങൾ നിങ്ങൾക്ക് ഓതിത്തരുന്ന ഒരു റസൂലിനെ
അവൻ അയക്കുകയും ചെയ്തിരിക്കുന്നു. സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ താഴ്ഭാഗത്തുകൂടി നദികളൊഴുകുന്ന സ്വർഗ്ഗങ്ങളിൽ അവൻ പ്രവേശിപ്പിക്കും. അതിൽ അവർ എന്നെന്നും സ്ഥിരതാമസക്കാരായിരിക്കും. അവന് അള്ളാഹു ഉപജീവനം നന്നാക്കി കൊടുക്കുന്നതാണ്. الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. 7 ആകാശങ്ങളെയും അതുപോലെ ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അവർക്കിടയിൽ അവന്റെ കൽപ്പന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്നും എല്ലാ വസ്തുക്കളെയും അറിവുകൊണ്ട് അവൻ വലയം ചെയ്തിരിക്കുന്നു എന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്.